ഖുർആനിൽ ഫിറൗന്റെ പേരും അബൂലഹബിന്റെ പേരൊക്കെ ഉള്ളതുകൊണ്ട് ഈ സദസ്സിന് ചേരാത്ത രണ്ട് പേര് ഞാൻ പറയാണ്. എന്നാലും പറയണ്ട. രണ്ട് നബി വിമർശകർ, അറബി പേരുള്ള രണ്ടുപേര് ഇപ്പൊ തമ്മിൽ തെറ്റി. ഫുള്ള് കേട്ട് തീർക്കാത്തതുകൊണ്ട് അധികം പറയുന്നില്ല. 2 മണിക്കൂർ 27 മിനിറ്റ് ഒരു ക്ലിപ്പുണ്ട്. അങ്ങനത്തെ 2-3 ക്ലിപ്പ് കേട്ട് തീർക്കാനുണ്ട്. അപ്പൊ അതിൽ പറയാണ്, സംഘപരിവാർ ഞങ്ങൾക്ക് പണം ഓഫർ ചെയ്തു നബിതങ്ങളെ വിമർശിക്കാൻ. ഞാൻ വാങ്ങിയില്ല, മറ്റോ വാങ്ങിയെന്ന്. എന്തായാലും നമുക്ക് ആരോ വാങ്ങട്ടെ, പൈസ കൊടുത്തു എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ സംഘപരിവാറിനടുത്ത് ഫണ്ട് വാങ്ങിയിട്ട് വിമർശിക്കണമെങ്കിൽ ഇവന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താണ്? ഖുർആനിൽ ഫിറൗന്റെയും അബൂലഹബിന്റെ ഒക്കെ പേര് ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ തൽക്കാലം വരുന്ന പേര് വെറുതെ പറയണ്ട. എന്തായാലും നന്നായി. കുറേ കേട്ട് തീർക്കാനുള്ള തൽക്കാലം എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കാനേ കഴിയില്ല. ഇപ്പൊ EMSന്റെ അമ്മന്റെ പ്രായം തോണ്ടിയതോടുകൂടി ഏകദേശം സദസ്സിലുണ്ടായിരുന്ന പത്രപ്രവർത്തകരൊക്കെ മിണ്ടാതിരുന്നിട്ടുണ്ട്. എന്നാന്നൊരു വേറൊരു വിവാദത്തിൽ ആയിഷ ബീവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പരിധി പോയതാണ്. നോക്കുമ്പോഴാണ് EMSന്റെ അമ്മന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നത്. 9ഉം 11ഉമാണ്. ഇവിടുത്തെ ഭക്ഷണം കട്ടൻ ചായയും പരിപ്പോടയും, അവിടുത്തെ ഭക്ഷണം ഒട്ടകത്തിന്റെ പാലും ഈത്തപ്പഴവും. അപ്പോൾ ബയോളജിക്കലായിട്ട് എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും, ആ കാലത്തെ സാഹചര്യം എങ്ങനെയായിരിക്കും എന്നൊക്കെ ബാക്കി ഡോക്ടർമാർ പറയട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ ഇതേപോലെ സംഘപരിവാറിന്റെ പണം വേണ്ടി വരും. അതുപോലെ വൺ സൈഡ് ആയിരിക്കണം. ഒരാൾ പള്ളിയിൽ വന്നു, കോഴിക്കോട് ഒരു പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, ഈ നബിതങ്ങൾക്കൊരു വൃത്തി ഉണ്ടായിരുന്നു, മാരിയത്തുൽ അദവിയ, മാരിയത്തുൽ കിബ്തിയ. അപ്പൊ മാരിയത്തുൽ കിബ്തിയ അദ്ദേഹം ഒരാളായിട്ട് പറഞ്ഞ തന്നെ വലിയ ഭാഗ്യമാണ്. പണ്ട് യുക്തിവാദം രണ്ടാക്കിയിട്ടാ പറയല്ലേ, മാരിയ കിബ്തിയ എന്ന് പറയല്ലേ. അപ്പം കോപ്റ്റിക് വംശജയായ മാരിയ. ഞാൻ അവരെ നബിതങ്ങൾ എന്ത് ചെയ്യുന്ന? അല്ല, അവരടിമയായിരുന്നു. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ സംഭവിച്ചത് അവർ സ്വതന്ത്രയായി എന്നുള്ളതാണ്. തങ്ങളുടെ കുട്ടിയുടെ, ഇബ്രാഹീമിന്റെ ഉമ്മയാണ് കുട്ടിയുടെ ഉമ്മ. കുട്ടി സ്വതന്ത്രൻ, അവര് സ്വതന്ത്രന്റെ സ്ഥാനത്ത്, അവർ സ്വതന്ത്ര സ്ത്രീയെ പോലെയാണ് ജീവിച്ചത്. ഹദിയ കൊടുത്തത് നജാഷി രാജാവാണ്, ക്രിസ്ത്യൻ രാജാവാണ്. അപ്പൊ നിങ്ങളിത് ക്രിസ്ത്യാനികൾ വിമർശിക്കാൻ വേണ്ടിയല്ലേ ഇത് ഉപയോഗിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പഠനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നബിതങ്ങളുടെ ഉന്നതി മനസ്സിലാക്കുന്നിടത്തേക്ക് എത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ഫണ്ട് വാങ്ങിച്ചുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ഒരു സൈഡ് പഠിച്ചുള്ള വിമർശനങ്ങൾ, ഇത് മാത്രമാണ് സാധിക്കുന്നത്.